ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇന്നൊരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അപ്പത്തിൽ കൂട്ടുന്ന റെസിപ്പി വ്യത്യാസമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട ശേഷം അതിലേക്ക് 1/2 കപ്പ് കുറുക അരി, അതായത് ചോറ് വെക്കണ അരിയാണ്, അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 3 പപ്പടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വെക്കുന്നുണ്ട്. അപ്പൊ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമാണ് വെക്കണത്. അപ്പോൾ അതും മാറ്റി വെക്കുന്നുണ്ട്. അതിന്റെ ശേഷം ഇനി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഉരുക്കാനായിട്ടാണ്. അതിലേക്ക് ഒരു 8 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് അപ്പുറത്തെ സ്റ്റവിന്റെ മേലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവില്. ഒന്ന് ചൂടായ ശേഷം അരി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായി അരി വറുക്കണ പോലെ തന്നെ വറുത്തെടുക്കണം. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ടാണ്. ശർക്കരയൊക്കെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ വറുത്ത അരി അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി പൊടിച്ചത്. പിന്നെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു തേങ്ങയും 1/2 മുറിയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ അരി പൊടിച്ച മിക്സിയിൽ തന്നെ തേങ്ങ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അധികം ചതച്ചെടുക്കണ്ട, ചെറുതായി ചതച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും രണ്ടാമതും ചതച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നന്നായി അതിൽ ചേരുന്ന വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പപ്പടം കുതിർത്താനായിട്ട് വെച്ചത് ഒന്ന് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പാണ് ആ പൊടിയിൽ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഇടണ്ട, പപ്പടത്തിൽ ഇട്ട് കൊടുത്തതല്ലേ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കിയതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ തിളച്ച പാട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാതും നന്നായി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതിന്റെ ശേഷം കുറച്ച് ചൂടുവെള്ളമാണ് ആ ചായപാത്രത്തിൽ ഒഴിച്ചിട്ട്, അതും തിളച്ച വെള്ളം തന്നെയാണ്, അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കൂടുതൽ മധുരം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ 8 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 8 അച്ച് ശർക്കര ഉരുക്കിയത്. ഇനി പപ്പടം അടിച്ചതാണ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ചൂട്ടോടെ തന്നെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പൊടി കുഴക്കണ പോലെ കുഴച്ച് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്താലാണ് അപ്പത്തിന് നല്ല സോഫ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് 2 കൈ കൊണ്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി അതൊരു 3 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെള്ളാക്കിയിട്ട് വേണം ഉരുള എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാൻ. നന്നായി തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ ആക്കി എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോള് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പപ്പോൾ വേണമെങ്കിൽ അപ്പപ്പോൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ആക്കി വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇട്ട് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല രുചിയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. നമ്മൾക്ക് കൂടുതൽ ചട്ടിയിലിട്ടിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഒക്കെ ഇട്ടിട്ട് ഞാൻ രണ്ടാമത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് 3 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്തിരി വട്ടം കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം അങ്ങനെ 3 എണ്ണം 4 എണ്ണം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ആ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ്.
ഒരു വ്യത്യസ്ത ഒരു ഇതാണ് ഇതിന്റെ കൂട്ട്. അപ്പോൾ 3 വെന്ത് കിട്ടി. അതിൽ നിന്ന് കോരിയെടുത്ത് പ്ലേറ്റിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയാണ്, വെറുതെ പറയില്ല. അത് പൊട്ടിച്ചെടുത്തപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.